ഒരു 100 പേരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ 80 പേർക്കുമുള്ള ഒരു പ്രശ്നമാണ് ഈ മുടി കൊഴിച്ചിൽ എന്ന് പറയുന്നത്. പല കാരണങ്ങൾ കൊണ്ടും മുടി കൊഴിച്ചിലുണ്ടാകാം. പോഷകക്കുറവ് ഒരു കാരണമാകാം. അതിനകത്ത് ഈ അയണിൻ്റെ കുറവ്, ഫെറിറ്റിൻ കുറയുക, വൈറ്റമിൻ B12 കുറയുക, വൈറ്റമിൻ D കുറയുക, ഇങ്ങനെയൊക്കെ പല കാരണങ്ങൾ കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മുടി കൊഴിച്ചിലുണ്ടാകുകയെ. പിന്നെ സ്ട്രെസ് ലെവൽ കൂടിക്കഴിഞ്ഞാൽ മുടി കൊഴിച്ചിലുണ്ടാകും. അതുപോലെ തന്നെ ഉറക്കം കുറഞ്ഞാലും മുടി കൊഴിച്ചിലുണ്ടാകും കേട്ടോ. ഈ ഇൻഫെക്ഷൻസ്, പനി, ജലദോഷം അങ്ങനത്തെ രീതിയിലുള്ള എന്തെങ്കിലും വൈറൽ അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗമായിട്ടും മുടി കൊഴിച്ചിലുണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ അസിഡിക് റിലേറ്റഡ് പ്രശ്നങ്ങളുണ്ടെങ്കിലും വെള്ളം കൂടി കുറഞ്ഞാലും മുടി കൊഴിച്ചിലുണ്ടാകും കേട്ടോ. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് മുടി കൊഴിച്ചിലുണ്ടാകും. അതുകൊണ്ട് മുടി കൊഴിയുന്നു എന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒരു എണ്ണ വാങ്ങി തേച്ചെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാകാൻ പോകുന്നില്ല കേട്ടോ. മുടി കൊഴിച്ചിലിൻ്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. എന്നാലും ബാലൻസ് ആയിട്ട് മുടി കൊഴിച്ചിലുണ്ട്, ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് വൈറ്റമിൻ D. ഇത് ശരിക്കും നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് അധികം കിട്ടത്തില്ല കേട്ടോ. ഇപ്പോൾ ഒരു ഗ്ലാസ് പാല് കുടിച്ചാൽ തന്നെ ഒരു 40 ഇൻ്റർനാഷണൽ യൂണിറ്റ് മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ. നമുക്ക് വേണ്ടത് ഒരു ദിവസം വേണ്ടത് 800 ഇൻ്റർനാഷണൽ യൂണിറ്റ് ആണ്.